ചേച്ചി ഇങ്ങനെ കരയാതെ. രാജു ഇപ്പൊ ദീപകിനും കുട്ടി ഇങ്ങെത്തും. ദീപക്, എന്തൊക്കെയാടാ നീ ഇന്നലെ രാത്രിയിൽ കാണിച്ചു കൂട്ടിയെ? എന്താ നിന്റെ വിചാരം? അമ്മാവൻ മന്ത്രിയാണെന്നുള്ള അഹങ്കാരത്തില് എന്ത് തെമ്മാടിത്തരം കാണിക്കാന്ന? എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ? അമ്മാവ, ഞാനത് എന്ത്? നീ ഇത്രയ്ക്ക് മോശമായിരുന്നു ഞാൻ അറിഞ്ഞില്ല. നീ കാരണം പാവം നിന്റെ ഈ അമ്മ എത്രമാത്രം വിഷമിച്ചെന്ന് നിനക്കറിയാവോ? പബ്ലിക്കായി മദ്യപിച്ച് പൊതുസ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുക, അത് ചോദിക്കാൻ വന്ന പോലീസുകാരുടെ മെക്കിട്ട് കയറുക. ഞാൻ മന്ത്രിയാണെന്നുള്ള വിചാരം കൊണ്ടല്ലേ നീ പോലീസുകാരോട് അങ്ങനെ പെരുമാറിയത്? ആ അഹങ്കാരം നീ അങ്ങ് മറന്നേക്ക്. ഇനി ഒരു തവണ കൂടി നീ ഇത് ആവർത്തിച്ച ചേച്ചിയുടെ വിഷമം കണ്ട് ചേട്ടൻ ഇവനെ പുറത്തിറക്കരുതായിരുന്നു. എന്ത് വലിയ മാനക്കേടാ ഇപ്പൊ ഇവൻ കാരണം ചേട്ടൻ ഉണ്ടായിരിക്കുന്നത്. ചേട്ടന്റെ സ്ഥാനത്ത് ഞാനെങ്ങനെ ആയിരുന്നില്ലേ കുറച്ചു ദിവസം ഇവന് അകത്ത് കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. എന്താണ് നീ തുറച്ചു നോക്കുന്നത്? നീ ഇങ്ങനെ നോക്കിയാ ഞാനങ്ങ് ഉരുകിപ്പോകുന്നു ഓർത്തോ നീ? അങ്ങോട്ട് ഞാനൊന്നിനും വന്നില്ലല്ലോ, അപ്പൊ ഇങ്ങോട്ടും കൂടുതലൊന്നും വേണ്ട. തർക്കുത്തരം പറയുന്നോടാ. ഇങ്ങനെ ഒരുത്തനാണല്ലോ ഈശ്വര എന്റെ വയറ്റിൽ വന്ന് പിറന്നത്. ഇതൊക്കെ കാണാൻ ഞാൻ എന്ത് പാവം ചെയ്തു. ദീപകേ, രണ്ടമ്മാവന്മാരുടെയും കാല് വീണ് മാപ്പ് പറഞ്ഞിട്ട് ഇന്ന് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഇറങ്ങിപ്പോക്കോ നീ. ഇനി നിന്നെ എനിക്ക് കാണണ്ട. എനിക്ക് ഇങ്ങനൊരു മകനില്ലെന്ന് ഞാൻ കരുതിക്കോളാം. എന്തൊരഭിനയം. ചേച്ചി എന്താ ഇത്? കരയാതെ. കണ്ടോടാ നിന്റെ അമ്മയുടെ കരച്ചില്. എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ നിന്റെ അമ്മ? ഇത് നിനക്കുള്ള അവസാനത്തെ വാണിംഗാ. ഇനി നീ ഇത് ആവർത്തിച്ചാൽ പിന്നെ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിർത്തില്ല. പാക്ക് ചെയ്ത് കളയും എവിടേക്കെങ്കിലും. രാജു സർ, ആ സിഎയോട് ഞാൻ നന്ദി പറഞ്ഞൊന്ന് വിളിച്ചു പറയണം. പറയാം സർ. ഒരു 5 മിനിറ്റ് പോട്ടെ, ഒരു 2 മിനിറ്റ് എനിക്ക് വേണ്ടി സമയം മാറ്റി വെക്കാനില്ല. ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാൻ പോലും നിന്നില്ല.
അതെങ്ങനെ? എപ്പോഴും വർമ്മ സാറിന്റെ വീട്, വർമ്മ സാറിന്റെ മകൾ എന്നൊരു വിചാരം മാത്രല്ലേ രാജുവിനുള്ളൂ. ഹ, അവളുടെ കാര്യം ഓർക്കുമ്പോ എന്റെ തല പെരുത്തു കേറുക. ആ രാജുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യനെ ഭൂമി വലം ചുറ്റുന്ന പോലെ അവള് രാജുവിന്റെ ചുറ്റും കിടന്ന് കറങ്ങല്ലേ. എന്തിനും ഏതിനും അവക്ക് രാജുവിനെ തന്നെ വേണം. രാജുവിനെ കാണാതെ അവക്ക് ഇരിപ്പുറക്കില്ലെന്ന് തോന്നുന്നേ. താടക, ശൂർപ്പണക, കാർക്കോടകി. കുറച്ചു കഴിയുമ്പോ അവള് ട്യൂഷനൊന്നും പറഞ്ഞ് രാജുവിന്റെ വീട്ടിലേക്ക് വരും. ഇനിയിപ്പോ അവക്ക് സൗകര്യമായല്ലോ. ഞാൻ രാജുവിന് വേണ്ടി ഒരിക്കൽ മുറിയിലിരുന്ന് അവക്ക് രാജുവിനോട് ശൃംഗരിക്കാലോ. ആ വിചാരം അവളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അവളിങ്ങ് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇന്ന് അവള് ട്യൂഷന് വരുമ്പോ ഞാൻ അവക്ക് കൊടുക്കാൻ പോകുന്ന ടോർച്ചർ സഹിക്കാനാവാതെ അവൾ ഇവിടെ നോടണം. ഈ രമ്യ ആരാണെന്ന് ഞാൻ അവക്ക് കാണിച്ചു കൊടുത്തിരിക്കും. രമ്യ, എന്താടാ? രമ്യ, എനിക്ക് രമ്യയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, എന്താ കാര്യം എന്ന് വെച്ചൊന്ന് വേഗം പറ. അല്ല രമ്യ, രമ്യ അച്ഛനോടും അമ്മയോടും ഒന്ന് എനിക്ക് വേണ്ടി സംസാരിക്കണം. രമ്യ പറഞ്ഞാലേ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. മതി മതി, എനിക്ക് കാര്യം മനസ്സിലായി. ഒന്നുകിൽ നിനക്ക് പുതിയ വീഡിയോ ഗെയിം വേണം, അല്ലെങ്കിൽ ഐഫോൺ, അതല്ലേ? അല്ല രമ്യ, അത് ദേ ചെക്ക, എന്റെ തല ചൂട് പിടിച്ച് പോകഞ്ഞിരിക്കുക. അപ്പഴാ അവന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാ നീ തന്നെ അച്ഛനോട് അമ്മയോട് അങ്ങ് സംസാരിച്ചാ മതി. രമ്യ, നീ എന്നെ ശല്യപ്പെടുത്താവുന്ന പോടാ. രമ്യ ആണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. എനിക്ക് ശ്രീ ഇഷ്ടമാണെന്ന കാര്യം അച്ഛനും അമ്മയും ഇനി എങ്ങനെ അറിയിക്കും? ട്യൂഷന് വരുന്ന ഋതികയെ എങ്ങനെ ശല്യം ചെയ്ത് പുകച്ച് പുറത്ത് ചാടിക്കണമെന്ന് ആലോചിക്കുമ്പോഴാ അവന്റെ ഒരു കാര്യം അവതരിപ്പിക്കല്. എന്തൊക്കെ ഇവിടെ നടന്നേ? ആലോചിച്ചിട്ട് തന്നെ തല കറങ്ങുന്നു. ഞാനിപ്പോ ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കുന്നതിന്റെ ഫുൾ ക്രെഡിറ്റും രാജുന് മാത്രം. രാജു, യു ആർ ഗ്രേറ്റ്. വേണ്ട, ഇങ്ങനെ നേരിട്ട് പറഞ്ഞോ ആൾക്ക് ജാടയാവും. ഋതിക, നീ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഋതിക, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. എന്താ നിനക്ക് അറിയണ്ടേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്നോ? അത് നീ അവിടെ തന്നെ പോയി അന്വേഷിക്കും. ഇപ്പോ നീ എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ ദീപക്. എന്ന് നിന്നെ തിരിച്ചു വിളിക്കാൻ അധിക സമയമൊന്നും വേണ്ടാന്ന് മനസ്സിലായല്ലോ. കൂടുതൽ വിളച്ചിലെടുക്കാതെ പോകുന്നതാ നിനക്ക് നല്ലത്. ഈ ധൈര്യം അവനാ, ആ രാജുവാണെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ നിന്റെ വീഡിയോ ഞാൻ നിന്റെ അച്ഛനെ കാണിക്കാം. മാപ്പ് ചോദിക്കടി. എന്നെ എടാന്ന് വിളിച്ചേന് മാപ്പ് ചോദിക്കാൻ. മാപ്പ് ചോദിക്കാനോ? ഞാനോ? ഏത് വീഡിയോയാ നീ എന്റെ അച്ഛനെ കാണിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്ന? എടുക്ക്, നീ പറയുന്ന വീഡിയോ എടുത്ത് അച്ഛനോ ചെറിയച്ഛനോ അംബിക അമ്മായിക്കോ ആർക്കാണെന്ന് വെച്ച് അയച്ചു കൊടുക്ക്. അയച്ചു കൊടുക്കും, എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും. എനിക്കും കൂടി അയക്കണേ പ്ലീസ്. എവിടെ എന്റെ ഫോണിലുണ്ടായിരുന്ന വീഡിയോ എവിടെ? ഓ അത് ശരി, വീഡിയോ നിന്റെ ഫോണിലില്ലേ? ഇല്ലാത്ത വീഡിയോ കൊണ്ടാണോ നീ അപ്പോ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത്? കഷ്ടം. ഹലോ രാജു. ചേച്ചി, ചേച്ചി ഒരു കാര്യം ഉണ്ടായിരുന്നു.
എന്താ രാജു? ദീപകിന്റെ ഫോണ് ഇപ്പൊ അവിടെ ഉണ്ടോ? അത് SI സാർ വാങ്ങിച്ച ടേബിളിൽ വെച്ചിട്ടുണ്ട്. ചേച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ രാജു പറയൂ. രാജു ഒന്ന് ഹോൾഡ് ചെയ്യണേ. ശരി ചേച്ചി. ഒന്നും അറിഞ്ഞിട്ടില്ല പാവം. രാജു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. എന്നാ ഞാൻ പിന്നെ വിളിക്കാം ചേച്ചി. ശരി. നീ എന്ത് മായം ചെയ്തിട്ടാടി ആ വീഡിയോ ഡിലീറ്റ് ആക്കിയത്? മേഡം, നമുക്ക് ഇറങ്ങിയാലോ? ട്യൂഷൻ തുടങ്ങാൻ സമയമായി. നീ ഓടച്ചേക്ക ശരി. മാറി നിൽക്കടാ. ശ്രുതിക്കേ, നീ ചെയ്തതും പറഞ്ഞതും ഒന്നും ഞാൻ മറക്കില്ല. എല്ലാത്തിനും ഞാൻ പകരം ചോദിക്കും. നിന്നെ കാൽ ചൂട്ടിലിട്ട് ഞെരിക്കും. രാജു, എന്നാലും കാറിന്റെ ടയർ എങ്ങനെ പഞ്ചറായി? അത് വല്ല ആണിയോ മറ്റോ കൊണ്ടതായിരിക്കും മാഡം. ആരോ കാറ്റ് കുത്തുവിട്ട പോലെ എനിക്ക് തോന്നുന്നത്. അത്ര കൃത്യമായിട്ട് പറയാൻ മാഡം എന്താ സീഡിയോ? കാറ്റ് തനിയെ പോയതായിരിക്കും മാഡം. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല രാജു. ഓ, മാഡം വാ. എന്തത്? അമ്മേ, അമ്മേ, എന്താ അമ്മ ഇത്? ഇതെന്താ അടുക്കളയിൽ പോകുന്നത്? എനിക്കറിയില്ല മോനെ. ഞാനേ അടുക്കളയിൽ കറി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അടുക്കള മുഴുവൻ പുക. നീയാണോടി പ്രിയേ? ഞാനോ? എനിക്കെന്താ ഭ്രാന്താണോ ഇങ്ങനെ പുകയ്ക്കാൻ? എന്റെ കണ്ണും മൂക്കൊക്കെ നീറുവോ? ഇതെന്താ രാജു ഇങ്ങനെ വീടിനകത്ത് പുകയൊക്കെ വരുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. രമ്യേച്ചിയാണോ നമ്മുടെ വീട്ടില് തീ കത്തിച്ചത്? രമ്യേച്ചി എന്തിനാ നമ്മുടെ വീട് കത്തിച്ചത്? എന്താ മോളെ ഇത്? എന്തിനാ രമ്യ നീ ഇങ്ങനെ ഞങ്ങളെ പുകച്ചു പുറത്ത് ചാടിക്കുന്നേ? അല്ല, അപ്പൊ നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ? എന്താ? നമ്മുടെ നാട്ടില് മുഴുവൻ പകർച്ചപ്പനി പടർന്നിരിക്കുക. അതിന് നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ വരുന്ന കീടങ്ങളെ നമ്മൾ തന്നെ ഒഴിപ്പിക്കണമെന്ന പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന. ഈ കൊതുകുകളും ഈച്ചകളും മറ്റു ചില പ്രാണികളും ഒക്കെ പോവാനേ കുന്തിരിക്കം, കർപ്പൂരം, വറ്റൽമുളക്, കുരുമുളക്, ഉണക്ക നാരങ്ങ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് പൊടിച്ച പൊടിയാ ഞാൻ പോകാൻ എടുത്തിരിക്കുന്നത്. അതെ, ആരുവേ ഇനി കുറച്ചു നേരത്തേക്ക് വീട്ടിനകത്ത് കയറല്ലേ. കണ്ണു നീറും, തുമ്മലും ചുമ്മയും വരും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് കയറിയാ മതി. രമ്യ, നിനക്ക് നിന്റെ വീഡിയോ ചെയ്താ പോരെ? എന്തിനാ ഇവിടെ കൂടെ വന്ന് പോകുന്നത്? ഇതും എന്റെ വീടല്ലേ രാജു? പിന്നെ നിങ്ങളൊക്കെ എന്റെ അയൽക്കാരല്ലേ? നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക പരിഗണനയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യല്ലേ? അല്ലേ രാധമ്മേ? അതെ അതെ. എന്തതേന്ന്? എന്റെ അറിവിലെ ഈ നാട്ടിൽ അങ്ങനെ ഒരു പകർച്ചപ്പനിയും വന്നിട്ടില്ല.
ഇത് ഇവള് മനഃപൂർവ്വം ചെയ്യുന്ന മാഡത്തിന് ട്യൂഷൻ ഉള്ളതാ. ആ ഇങ്ങോട്ട് വാ. പ്രിയേ, നീ ഇത് കൊണ്ട് പുറത്തങ്ങനെ വെച്ചേ. ഹൃദയ മോളെ, ഈ പുക ഒന്ന് മാറിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ട്യൂഷൻ എടുക്കാം. അതൊന്നും സാരമില്ല രാധമ്മേ. രാജു, നമുക്ക് പുറത്തിരിക്കാം. മാഡം ഇരിക്കും മാഡം. അമ്മേ 2 ഗ്ലാസ് നാരങ്ങളും എടുക്കോ? ആ ശരി. ഒരു ഗ്ലാസ് എനിക്കും. ഓ, പുകച്ചങ്ങ് മടുത്തു. ശരി. ഐഷു വാ, പുകയൊക്കെ മാറി. ഇല്ല, ഞാൻ ഇവിടെ നിന്നോളാം. അമ്മ പൊയ്ക്കോ. അവളുടെ നിന്നോട്ടെ ചേച്ചി. ആ എന്തേലും ചെയ്. ഇവിടെ നിന്ന് അവരെ ശല്യം ചെയ്തോ നല്ല ഓടി വെച്ചെറിഞ്ഞ്. അവള് ശല്യമൊന്നും ചെയ്യില്ലേ ചേച്ചി. ചേച്ചി പൊക്കോ. എന്താ ഐഷുക്കുട്ടി ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. ഇങ്ങ് വന്നേ. വാ, മാമനോട് പറ. എന്താ മോളെ പറ. അല്ല മാമ, എനിക്കൊരു സംശയം. എന്ത്? മാമന് ഈ ചേച്ചിയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഐഷു, എന്താ ഇത്? മാമൻ ഋതു ചേച്ചിയെ എപ്പോഴും വീട്ടിൽ വിളിച്ചോണ്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രമ്യ, ഇവളെ നീ ചേച്ചിയുടെ അടുത്ത് കൊണ്ടാക്ക്. വാ പെണ്ണെ ഇങ്ങോട്ട്. അവളുടെ ഒരു സംശയം. ഞാൻ ഇവിടെ ഇത്രയും നാളും കറങ്ങി നടന്നിട്ട് നിനക്ക് അപ്പോഴൊന്നും ചോദിക്കാൻ ഒരു സംശയമില്ലായിരുന്നല്ലോ. ഇങ്ങോട്ട് വാ. മാഡം, എങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? മാഡം, അവള് കൊച്ചുകുട്ടിയല്ലേ മാഡം, ഒന്ന് ക്ഷമിച്ചേക്ക് പ്ലീസ്. രാജു നോട്ട്സ് പറ. ശരി മാഡം. ചാപ്റ്റർ കഴിഞ്ഞു മാഡം. രാജു, എത്ര വേഗത്തിലാ 2 ചാപ്റ്റർ കഴിഞ്ഞത്. അത് ഓരോ വാക്ക് പോലും ഞാൻ മനപ്പാടാക്കി പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ചതൊന്നും ഞാൻ ഇനി എത്ര മറക്കാൻ ശ്രമിച്ചാലും പറ്റില്ല. അത്രയ്ക്ക് തറവായിട്ടുണ്ട്. രാജുവിന്റെ ഈ മെത്തേഡ് കൊള്ളാം. താങ്ക് യു മാഡം. രാജുവിനെ ശരിക്കും ടീച്ചിങ് പ്രൊഫഷൻ തെരഞ്ഞെടുക്കായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മാഡം. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്റെ പഠനത്തോടൊപ്പം ചെറുപ്പം മുതലേ ജോലികളും ചെയ്യേണ്ടി വന്നു. പിന്നെ ഉത്തരവാദിത്തങ്ങൾ തലയ്ക്ക് പിടിച്ചപ്പോ ഫുൾ ടൈം ജോലിയായി മാറി. അല്ല, ഇപ്പോഴും മോശമൊന്നുമല്ലല്ലോ. മന്ത്രിയുടെ PA അല്ലേ? 2 പേരുടെയും ട്യൂഷൻ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കാം. മാഡം, എന്നാ നമുക്ക് അടുത്ത് നോക്കാം. ഇതുപോലെ അവിടെ നേരെ നേരെ വരിക. ഇവിടെ ഇവിടെ. രമ്യ, നിർത്ത്. ഞാൻ ചെടി നരയ്ക്കുന്നിടത്ത് വന്നിരുന്ന പിന്നെ വെള്ളം തെറിക്കില്ലേ? വെറുതെ വേഷം കെട്ടെടുക്കരുത്. നട്ടുച്ചയ്ക്കാ അവളുടെ ഒരു ചെടി നനയ്ക്കല്. നിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. നീ കാണിക്കുന്നൊട്ട് ശരിയല്ല കേട്ടോ. രാജു കാണിക്കുന്നത് ശരിയാണോ? രമേ, ദേ വെറുതെ എന്റെ സമയം മെനക്കെടുത്തതേ പോകുന്ന നിനക്ക് നല്ലത്. നീ ഈ കാണിക്കുന്നതേ എന്ത് മോശം നിനക്കറിയാവോ? ഋതിക മാഡത്തിനോട് നിനക്കെന്താ ഇത്ര വാശി? ഒരു ഋതിക മാഡം.
അല്ല രാജു എന്തിനാ ഇവക്ക് ട്യൂഷൻ എടുക്കുന്നേ? ഇവക്ക് പോവാൻ ഇവിടെ എത്ര ട്യൂഷൻ സെന്റർ ഉണ്ട് ഈ നാട്ടില്? അതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ ട്യൂഷൻ എടുക്കുന്നത് ശല്യം ചെയ്യാൻ നീ വന്ന നീ വിവരം അറിയും. പോവിടുന്ന് പോവാനല്ലേ പറഞ്ഞ? മാഡം സോറി മാഡം. എന്താ രാജു ഇത്? സോറി മാഡം. ആ പെണ്ണിനെന്താ എന്നോട് ഇത്ര പ്രശ്നം? മാഡം ക്ഷമിക്കണം. അവള് ബോധമില്ലാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന. സോറി മാഡം. എന്താടാ ഇത്? ഒരു മുന്നറിയിപ്പില്ലാതെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. വാ അത്തേക്കോ. ഇരിക്കടാ ഇരിക്ക. വാടോ. ദിവ്യേ, എന്താ സർ? ഇവർക്ക് കോഫി എടുക്ക. ശരി. പിന്നെ പറയ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വലിയ വിശേഷമായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താടാ? കല്യാണക്കാര്യം തന്നെ. ഋതുമോളുടെയും അശ്വിന്റെയും വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് തീയതി നിശ്ചയിക്കാനാ ഞങ്ങൾ വന്നത്.